ലോകത്ത് ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന 3 രാജ്യങ്ങളിൽ ഒന്നാണ് US. വിനോദസഞ്ചാരികൾ US-ലെ മിക്ക കേന്ദ്രങ്ങളിലേക്കും വർഷാവർഷം തങ്ങളുടെ ടൂറുകൾ ചാർട്ട് ചെയ്ത് വിമാനങ്ങൾ മാസങ്ങൾക്ക് മുമ്പേ ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത് അവിടേക്ക് എത്തും. ഡൊണാൾഡ് ട്രംപിൻ്റെ 2ാം വരവിൽ പക്ഷേ US ടൂറിസം മേഖല ഒരു വൻ അടച്ചുപൂട്ടലിലേക്ക് നീങ്ങുകയാണ്. US-ലെ ടൂറിസം മേഖലയിലെ വിവിധ കമ്പനികൾ തന്നെ ഈ സത്യാവസ്ഥ തുറന്നു പറയുന്നു. ലോകരാജ്യങ്ങൾ US-ലേക്ക് വിനോദസഞ്ചാരത്തിന് പോകുവാൻ ടിക്കറ്റ് എടുത്ത് നിൽക്കുന്നവരോട് പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ അവിടെ ചെന്ന് നിയമങ്ങൾ ലംഘിച്ചാൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെടുകയോ തടങ്കലിൽ വരെ വയ്ക്കപ്പെടാനോ സാധ്യതയുണ്ടെന്ന്. അമേരിക്കൻ അതിർത്തിയിലെ ചില കേസുകൾ വിനോദസഞ്ചാരികളെ പിന്തിരിപ്പിക്കുന്നതാണ്. ഇക്കഴിഞ്ഞ മാർച്ചിൽ വിസ പ്രശ്നത്തെ തുടർന്ന് US കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഒരു ബ്രിട്ടീഷ് പൗരയെ 10 ദിവസത്തിലധികമാണ് തടങ്കലിൽ വെച്ചത്. ഇതേ മാസം US മെക്സിക്കോ അതിർത്തിയിൽ വിസ പുതുക്കാൻ ശ്രമിച്ച ഒരു കനഡിയൻ ടൂറിസ്റ്റിനെ കസ്റ്റഡിയിലെടുത്ത് 12 ദിവസത്തെ തടങ്കലിൽ പാർപ്പിച്ചു. അതും ചങ്ങലകൾ കൊണ്ട് ജയിൽ മുറിയിൽ ബന്ധിപ്പിച്ചിട്ടിരിക്കുകയായിരുന്നു. ഇത്തരം ക്രൂരമായ നിയമങ്ങൾ നിലനിൽക്കുന്ന US-ലേക്ക് വിനോദസഞ്ചാരത്തിന് പോലും പോകേണ്ട എന്ന നിലപാടിലാണ് ഇപ്പോൾ ഭൂരിഭാഗവും ലോകരാജ്യങ്ങളിലെ പൗരന്മാർ. സാൻ ഫ്രാൻസിസ്കോ, ന്യൂയോർക്ക്, ചിക്കാഗോ തുടങ്ങിയ നഗരങ്ങളും യോസെമൈറ്റ് പോലുള്ള ദേശീയ ഉദ്യാനങ്ങളുമൊക്കെ ഏറെക്കാലമായി സന്ദർശകരെ ആകർഷിക്കുന്നത് തന്നെയാണ്. യൂറോപ്പിൽ നിന്നും കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമൊക്കെ 10,000ങ്ങളാണ് പ്രതിവർഷം US ടൂറിസം രംഗത്തിന് വിദേശ നാണ്യം നൽകിക്കൊണ്ട് ഇങ്ങനെ വന്നെത്തിക്കൊണ്ടിരുന്നത്. ആഗോള ബിസിനസ് ശക്തികേന്ദ്ര നിലയിൽ 2023 66.5 ദശലക്ഷം സന്ദർശകരാണ് US-ലേക്ക് എത്തിയത്. 2024 കണക്കുകൾ ഇതിലും കൂടുതലാകാം, അത് പുറത്തു വരാനിരിക്കുന്നില്ല. പക്ഷേ ആ കണക്കുകൾ വരുന്നതിന് മുമ്പ് തന്നെ 2025 കണക്കുകളെക്കുറിച്ച് ഒരു വ്യക്തമായ പ്രചരണം നടത്തിയിരിക്കുന്നു US-ലെ ടൂറിസം മേഖല. അതിന് US ടൂറിസം രംഗം പഴിക്കുന്നത് മറ്റാരെയുമല്ല, തങ്ങളുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ തന്നെയാണ്. 2024 ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടതും ആഭ്യന്തര സാംസ്കാരിക മാറ്റങ്ങൾക്കൊപ്പം വിദേശ നയതന്ത്രത്തിലും ബന്ധങ്ങളിലും ഉണ്ടായ മാറ്റങ്ങളുമൊക്കെ US-നോടുള്ള ആഗോള ടൂറിസ്റ്റുകളുടെയും ബിസിനസ് യാത്രക്കാരുടെയും മനോഭാവത്തിൽ നല്ല മാറ്റം വരുത്തിയിരിക്കുന്നു. അമേരിക്കക്കാരനല്ലെങ്കിൽ ഏലിയൻ എന്ന വിളിപ്പേര് കേൾക്കുമോ എന്ന ഭീതിയാണ് മിക്ക ടൂറിസ്റ്റുകൾക്കും ഇപ്പോഴുള്ളത്. ടൂറിസം ഇക്കണോമിക് ഗവേഷണ സ്ഥാപനത്തിന്റെ സമീപകാല റിപ്പോർട്ടിൽ US-ലേക്കുള്ള യാത്ര ഈ വർഷം 5.5% കുറയുമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. 2025 US-ലെ ടൂറിസം ചെലവാക്കലുകളിൽ $18 ബില്യൺ കുറവുണ്ടാകുമെന്നും കണക്കുണ്ട്. അതിനിടയ്ക്കാണ് ഡൊണാൾഡ് ട്രംപ് പല കനഡിയൻ സാധനങ്ങൾക്കും 25% തിരിവ് പ്രഖ്യാപിച്ചത്. ഇതോടെ അതിർത്തി കടന്ന് US-ലേക്ക് വാഹനം ഓടിച്ചെത്തുന്ന കനഡിയന്മാരുടെ എണ്ണം 1-2മല്ല 50% അടുപ്പിച്ചാണ് കുറഞ്ഞത്. US-ലേക്കുള്ള അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളുടെ ഏറ്റവും വലിയ ഉറവിടം കാനഡ തന്നെയാണ്. ഡിമാൻഡ് കുറയുന്നതോടെ മാർച്ച് മുതൽ ലാസ് വെഗാസ് ഉൾപ്പെടെയുള്ള ചില US അവധിക്കാല കേന്ദ്രങ്ങളിലേക്ക് വിമാനങ്ങൾ കുറയ്ക്കുന്ന എയർ കാനഡ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കനഡിയൻ മാർക്കറ്റ് ഗവേഷണ ലെഗർ നടത്തിയ വോട്ടർ പ്രകാരം US-ലേക്ക് യാത്ര ആസൂത്രണം ചെയ്യുന്ന 36% കാനഡക്കാരും തങ്ങളുടെ യാത്ര റദ്ദാക്കി. US-ലേക്കുള്ള യാത്രാ ബുക്കിങ്ങുകൾ ഈ കാലയളവിൽ 70% കുറഞ്ഞത്. US-നോടുള്ള പടിഞ്ഞാറൻ യൂറോപ്യൻ മനോഭാവം, പ്രത്യേകിച്ച് ബ്രിട്ടൻ, ജർമ്മനി, സ്വീഡൻ, ഡെൻമാർക്ക് ഈ രാജ്യങ്ങളിൽ നിന്നും നന്നേ കുറയുകയാണ്. ഈ രാജ്യങ്ങൾക്കെതിരെയാണ് ട്രംപിൻ്റെ കടുത്ത താരിഫ് ശത്രുതയും താരിഫ് വാടുകളും വീശാൻ ഒരുങ്ങി നിൽക്കുന്നതും. അതുകൂടി ഓർക്കണം. മെക്സിക്കോ US-ലേക്കുള്ള രണ്ടാമത്തെ ഒരു വലിയ യാത്രാ വിപണിയാണ്. മെക്സിക്കോയെ അങ്ങനെ നിസ്സാരമായി കരുതണ്ട. അവർ എന്തിനും ഏതിനും എത്തുന്നത് US-ലേക്കാണ്. പുതിയ അതിർത്തി നിർവഹണ നിയമങ്ങൾ അത് മെക്സിക്കോക്കാരെയും കടുത്ത സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ്, കാനഡക്കാരെ പോലെ തന്നെ. ട്രംപിൻ്റെ ആദ്യ ഭരണകാലത്ത് US-ലേക്കുള്ള മെക്സിക്കൻ സന്ദർശനങ്ങൾ 3% കുറഞ്ഞിരുന്നു. ട്രംപിൻ്റെ മെക്സിക്കൻ വിരുദ്ധ നിലപാടിന് കാരണം. എന്നാൽ ഈ ഫെബ്രുവരിയിൽ 2024 അപേക്ഷിച്ച് മെക്സിക്കോയിലെ വിമാനയാത്ര ഇരട്ടിയായി കുറഞ്ഞുവെന്നാണ് കണക്ക്. അതിനിയും കുറയുമെന്നാണ് മറ്റ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഫ്രാൻസ്, ജർമ്മനി, ഡെൻമാർക്ക്, നോർവേ ഉൾപ്പെടെ നിരവധി യൂറോപ്യൻ രാജ്യങ്ങളും തങ്ങളുടെ US-ലേക്ക് യാത്ര ചെയ്യാൻ പോകുന്ന ട്രാൻസ്ജെൻഡർമാർക്കും നോൺ ബൈനറി പൗരന്മാർക്കും പ്രത്യേക യാത്രാ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. ആയിരക്കണക്കിന് സഞ്ചാരികൾ അങ്ങനെ US-ലേക്കുള്ള യാത്ര റദ്ദാക്കുകയാണ്. സ്വിറ്റ്സർലൻഡ്, ജർമ്മനി, ഓസ്ട്രേലിയ, ഓസ്ട്രിയ, ഡെൻമാർക്ക്, എന്തിന് ഏഷ്യൻ രാജ്യങ്ങളായ ജപ്പാൻ, ഇന്ത്യ, നേപ്പാൾ ഈ രാജ്യങ്ങളിലേക്ക് ബിസിനസ് വിനോദയാത്രകൾ വഴിമാറുകയാണ്. ശ്രീലങ്കയും ഇന്ത്യക്കൊപ്പം അമേരിക്കയിലേക്ക് വരാനിരിക്കുന്ന മറ്റ് ലോകരാജ്യങ്ങളിലെ പൗരന്മാരെ ടൂറിസം കേന്ദ്രങ്ങളെ കാട്ടി ആകർഷിച്ചു തുടങ്ങിയിട്ടുണ്ട്. യൂറോപ്പിലും കാനഡയിലും ഇങ്ങനെ മറ്റ് ലോകരാജ്യങ്ങളിലെ ടൂറിസ്റ്റുകൾ വരുന്നത് കാരണം അവിടുത്തെ വേനൽക്കാല വാടക പ്രോപ്പർട്ടികളുടെ റിസർവേഷനിൽ 32% വർധനവാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല, മറ്റൊരു കായിക രംഗത്തിന് കൂടി ട്രംപിൻ്റെ
അടിച്ചമർത്തലുകൾ വളരെ പ്രതികൂലമായി മാറുകയാണ്. US, കാനഡ, മെക്സിക്കോ എന്നിവിടെ നടക്കുന്ന 2026 പുരുഷ ഫിഫ ലോകകപ്പ്, ഇതിനായി സഞ്ചാരികളും സ്പോർട്സ് പ്രേമികളുമൊക്കെ എത്തുമ്പോൾ അവരെ കാത്തിരിക്കുന്നതും അമേരിക്കയുടെ കടുത്ത വിലക്ക് തന്നെയാണ്. ബ്രസീൽ, തുർക്കി, കൊളംബിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകർക്ക് വിസ ലഭിക്കാൻ 700 ദിവസം വരെ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് ഇപ്പോഴത്തെ കണക്ക്. 700 ദിവസം എന്നാൽ 2 വർഷം. അങ്ങനെയാണെങ്കിൽ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ആരാധകർ അടുത്ത 2-3 വർഷത്തേക്ക് US കാലെടുത്ത് കുത്തില്ല. പക്ഷേ അമേരിക്ക പറയുന്നത് ഇവർക്കായി അമേരിക്ക എപ്പോഴും ഓപ്പൺ ആയിരിക്കുമെന്നാണ്. വിസ കാലതാമസങ്ങൾ, അതിർത്തിയിലെ കടുത്ത നിയന്ത്രണങ്ങൾ, മനുഷ്യാവകാശ ലംഘനങ്ങൾ, ന്യൂനപക്ഷ വിരുദ്ധ നീക്കങ്ങൾ, ഇവയെക്കുറിച്ചുള്ള ആശങ്കകളൊക്കെ ടൂറിസ്റ്റുകളെ US വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിന്നും അകറ്റുകയാണ്. അതിൻ്റെ നേട്ടം പരമാവധി പ്രയോജനപ്പെടുത്താൻ പോകുന്നത് യൂറോപ്യൻ രാജ്യങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങളും ഏഷ്യൻ രാജ്യങ്ങളും തന്നെയാണ്. ട്രംപിൻ്റെ ചില മണ്ടൻ തീരുമാനങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാകും ഇനി സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 0208586651 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.